ഹായ് ഗൈസ്, ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? ഞാനിങ്ങനെ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ഒരാൾ മട്ടനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടേ മട്ടൻ കറി നെയ്ച്ചോറും ഉണ്ടാക്കണേ. മട്ടൻ കറി നെയ്ച്ചോറും ഇന്നത്തെ സ്പെഷ്യൽ ഏതാട്ടോ. നാളെ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് നോമ്പ് വന്നിട്ട് ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കണ്ടു നോക്കാം മട്ടൻ കറി ഉണ്ടാക്കണേ. കുക്കറിലിട്ട് ഇങ്ങനെ ക്യൂ 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 ഇങ്ങനെ കുക്കിക്കൊണ്ടിരിക്കുകയാണ് മട്ടൻ. നെയ്ച്ചോറാണ് വേറെ ഉണ്ടാക്കുന്നത്. ഞങ്ങളൊരു മാസ്റ്റർ ഉണ്ട് ഇവിടെ, കണ്ണൂരുകാരനെ, ഇടിവെട്ട് മാസ്റ്ററാണ്. അപ്പം അന്നത്തെ സംഗതി ഞാൻ കാണിച്ചാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണുള്ളൂ. ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. അത് ഉണ്ടാക്കാൻ പോണത് കണ്ടില്ലേ. കുക്കർ അടുപ്പത്തുണ്ട്, നെയ്ച്ചോറിൻ്റെ അടുപ്പത്തുണ്ട്. പിന്നെ ഒരാളുണ്ട്, ഉണ്ടാക്കുന്ന ഒരാളാണ് അതാണ് ഉണ്ടാക്കി നിൽക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കാണാൻ ആരും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. കാരണം കഷ്ടപ്പെട്ടിരുന്ന വീഡിയോ അല്ലേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ പരിപാടി എന്നൊക്കെ. അടുപ്പത്തുണ്ട്, കുക്കർ അടുപ്പത്തുണ്ട്. ക്യൂ ക്യൂ എന്ന് പറഞ്ഞിട്ട് വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളി വാട്ടി തുടങ്ങി. മട്ടനിലേക്കുള്ള മസാലയാണ് കേട്ടോ. ഉള്ളി വാട്ടി തുടങ്ങണുള്ളൂ. ഈ നെയ്ച്ചോറ് ബാക്കിയുണ്ട്, അരി ചാക്കിലുണ്ട്. അപ്പോൾ ആയി വരട്ടെ. ആയി വരുന്നിട്ട് നമ്മൾ മസാല കൂട്ടിനൊക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഇത് നമ്മളെ നെയ്ച്ചോറിക്കുള്ള സാധനങ്ങളാട്ടോ. ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, കറുകപ്പട്ട, കാറാമ്പൂ, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു ചെറുനാരങ്ങയുടെ പീസ്, കുറച്ച് ക്യാരറ്റും. നെയ്ച്ചോറ് വയ്ക്കാൻ പോവുകയാണ് മക്കളെ. അപ്പോൾ നെയ്ച്ചോറ് വയ്ക്കണ കണ്ടോളിട്ടോ. കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി ഇങ്ങനെ പൊടിയായിട്ടിടും. പൊടിയായിട്ട് ഇടുകയാണ് ഉള്ളി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കൊടുത്ത് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ സൂപ്പറാക്കും. നമ്മളെ മട്ടൻ കറീൻ്റെ തൊട്ടടുത്ത് നമ്മളെ നെയ്ച്ചോറും ഇങ്ങനെ അരികെട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവാനാവണുള്ളൂ. ഒരു 5-10 മിനിറ്റ് കുടിക്കും നെയ്ച്ചോറാവാൻ. ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് മട്ടൻ. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, തൊട്ടപ്പുറത്ത് നമ്മളെ മട്ടനും കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നെയ്ച്ചോറ്. ഇതിൻ്റെ വെച്ച ആൾ വേറെയാണ്, ഞാനല്ല. ഞങ്ങളപ്പോൾ ഒരു മെസ്സിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് ഞാൻ മട്ടൻ്റെ കറി. ഇതാണ് മട്ടൻ കറി. ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കുന്ന സമയത്ത് നമുക്ക് കാണാം. മട്ടൻ കറി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുക്കറിലൊക്കെ ഇട്ട് ഇങ്ങനെ ലെവലാക്കിയപ്പോൾ വേറെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് പിന്നെ അടിച്ച് വെളിച്ച് നല്ല ഗ്രേവി ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കറി റെഡി ആയിട്ടുണ്ട്. അതാണ് മട്ടൻ കറി. മടിച്ചപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളിയായി വൃത്തിയായി വെച്ചിട്ട് നമ്മളെ മട്ടൻ കറി നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ കറി, തൈര്, നെയ്ച്ചോറ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. നമ്മളെ ദോസ്ത് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള അടിപൊളിയാണ്. അപ്പോൾ കഴിക്കാൻ പോവാണ് ഞങ്ങൾ. ഒരു പീസ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതാ ഇങ്ങനെ കഴിക്കാൻ. അടിപൊളിയാണ്. തൈര് എടുക്കുക, കഴിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.